ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നത് പോലെയാണ് പിണറായി വിജയനെ മോദി നിയന്ത്രിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി. സ്വർണം കെട്ടവരെ UDF സർക്കാർ ആദ്യം അഴിക്കുള്ളിലാക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അദൃശ്യ കരങ്ങളുണ്ട്. BJP കേരളത്തിൽ UDF വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് BJPയെ വെല്ലുവിളിക്കാനുള്ള ശക്തിയില്ലെന്ന് BJPക്കറിയാം. അതുകൊണ്ട് കേരളത്തിൽ UDF വരാതിരിക്കാൻ മോദി കേരളത്തിൽ പിണറായി വരാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തെളിവാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. എനിക്കെതിരെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി 36 കേസുകൾ BJP എടുത്തിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്കെതിരെ BJP ഒന്നും ചെയ്യുന്നില്ല. പ്രധാനമന്ത്രി എവിടെ പോയാലും മതങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇടതുപക്ഷ പാർട്ടിയിലെ സഹാക്കന്മാരാണ് അയ്യപ്പന്റെ സ്വത്തൊക്കെ കവർന്നതും അറസ്റ്റിലായതും. എന്നാൽ മോദി അതൊന്നും അറിയാത്തതുപോലെയാണ് നടക്കുന്നത്. അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. സ്വർണം കൊള്ളയടിച്ച് ചെമ്പാക്കിയത് മോദി അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല. പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള മോദി ഒന്നും പറയുന്നില്ല. പ്രധാനമന്ത്രി ചിന്തിക്കുന്നത് ക്ഷേത്രം പറഞ്ഞ് വോട്ട് ലഭിക്കുമോ എന്ന് മാത്രമാണ്. UDF അധികാരത്തിൽ വന്നാൽ ശബരിമല കൊള്ളയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ശിക്ഷിക്കും. LDF BJP ബന്ധത്തിന് ഇനിയും തെളിവുകളുണ്ട്. റബ്ബർ കർഷകരെ കോൺഗ്രസ് സംരക്ഷിച്ചു എന്നാൽ ഇടത് സർക്കാർ റബ്ബർ കർഷകരുടെ നഷ്ടപരിഹാരം പോലും നൽകിയില്ല. നരേന്ദ്രമോദി കോർപ്പറേറ്റുകളെ സഹായിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഇടത് സർക്കാരും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലിൽ ആരുടെ പേരാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു. വായ് തുറന്നാൽ പലതും പറയുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. BJPക്ക് ഫണ്ട് വരുന്നത് എവിടെ നിന്നാണെന്ന് അവർക്കറിയാമല്ലോ. ലണ്ടനിൽ അദാനിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ കേസുകൾ അദാനിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മോദിയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മോദി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം പരിഹാസ്യമായ വാദവുമായി BJP മുന്നോട്ട് വന്നു. പക്ഷേ സത്യം എന്തെന്നാൽ മോദി ട്രംപിന് കീഴടങ്ങി എന്നുള്ളതാണ്. ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നത് പോലെ പിണറായി വിജയനെ മോദിയും നിയന്ത്രിക്കുന്നു. അഴിമതിയുടെ ഭയം കൊണ്ടാണ് പിണറായി മോദിക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ഇവിടുത്തെ മനുഷ്യരുടെ സൗഹാർദ്ദം മാതൃകാപരമാണ്. വെറുപ്പൊരിക്കലും ശക്തിയല്ല, ദൗർബല്യമാണ്. വയനാട്ടിലെ MP ആയിരുന്ന കാലത്ത് നിങ്ങളാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. റബ്ബർ കർഷകരെ UDF സംരക്ഷിക്കും, നഷ്ടപരിഹാരം നൽകും. ഒരു ദുരന്തത്തെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്ന് വയനാടിലൂടെ ഞാൻ കണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ചേർന്ന് കേരളത്തെ അദാനിക്ക് കൈമാറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി LDF കേരളം ഭരിക്കുന്നു. അവർ കേരളത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കി. BJP കേന്ദ്രത്തിൽ ചെയ്യുന്നത് എന്താണോ അത് LDF കേരളത്തിലും ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു.